കണിയാപുരത്ത് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കഴുത്തിൽ കയർ മുറുക്കിയാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന നിഗമനം. കേണ്ടൽ നിയാസ് മൻസിലിൽ വിജിയാണ് കൊല്ലപ്പെട്ടത്. കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട്ടുകാരൻ രംഗൻ ഒളിവിലാണ്. ശാലിനി ചേരുന്നു. ശാലിനി, കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ്? ഈ രംഗനും കൊല്ലപ്പെട്ട വിജിയും തമ്മിലുള്ള ബന്ധം എന്താണ്? കൃഷ്ണരാജ് അനിൽ നമ്പ്യാർ കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവനന്തപുരം കണിയാപുരത്ത് യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ മംഗലപുരം പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിരുന്നു. കഴുത്തിൽ കയർ മുറുക്കിയാണ് ഈ മരണം സംഭവിച്ചത്. കൊലപാതകമാണോ എന്നുള്ളതിൽ ആദ്യം മുതൽ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു. പ്രദേശവാസികൾ ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അടക്കമുള്ളവർ ആ സംശയം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് കഴുത്തിൽ കയർ മുറുക്കി കൊലപാതകം നടത്തിയതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ മംഗലപുരം പോലീസ് എത്തിയിട്ടുള്ളത്. കണ്ടൽ നിയാസ് മൻസിലിൽ വിജിയാണ് സംഭവത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുള്ളത്. കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട്ടുകാരൻ രംഗൻ ഒളിവിലാണ് എന്നുള്ളതാണ്. ഇരുവരും വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു എന്നുള്ള അനൌദ്യോഗികമായ വിവരമാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 33-കാരിയായ വിജിയുമായി ഇയാൾ അടുപ്പത്തിലായിരുന്നു. അതിനുശേഷം ഈ സംഭവം നടന്നത് തിങ്കളാഴ്ച വൈകിട്ട് 5:30 മണിയോടെയാണ്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തിയ കുട്ടികളാണ് ഈ മൃതദേഹം ആദ്യം കാണുന്നത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയും നാട്ടുകാരെ അറിയിക്കുകയും പിന്നീട് പോലീസിനെ അറിയിക്കുകയും ഒക്കെ ആയിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കൂടെ താമസിച്ചിരുന്ന രംഗന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിജിയുടെ ആദ്യ ഭർത്താവ് ഷാനു എന്ന് പറയുന്ന വ്യക്തിയാണ്. 8 വർഷം മുമ്പ് ഇയാൾ മരിച്ചിരുന്നു. ഇതിന് ശേഷമാണ് ഈ തമിഴ്നാട് സ്വദേശിയായ രംഗനുമായി ഇവർ അടുപ്പത്തിലാവുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിട്ടുള്ളത്. കൊലപാതകം നടത്തിയതിനു ശേഷം രംഗൻ ഒളിവിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണവും നിഗമനവും ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. ഒപ്പം തന്നെ ഈ വിജി കഴുത്തിൽ കുരുക്കുമുറുക്കി അല്ലെങ്കിൽ വിജിയുടെ കഴുത്തിൽ കുരുക്കുമുറുക്കി കൊലപാതകം നടത്തി സ്വർണവും പണവും അടക്കം രംഗൻ കവർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങളും ഇവിടെ നിന്നും കാണുവാൻ ഇല്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും സൈബർ സെല്ലിന്റെ സഹായം അടക്കം പോലീസ് ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മാത്രമേ മരണകാരണവും എപ്പോഴാണ് മരണം സംഭവിച്ചത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കൂടി പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ. എന്നാലും തമിഴ്നാട്ടുകാരനായ രംഗന് വേണ്ടി മംഗലപുരം പോലീസിന്റെ അന്വേഷണവും പരിശോധനയും തുടരുകയാണ്. കണിയാപുരത്ത് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കഴുത്തിൽ കയർ മുറുക്കിയാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം. നിയാസ് മൻസിലിൽ വിജിയാണ് കൊല്ലപ്പെട്ടത്. കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട്ടുകാരൻ രംഗൻ ഒളിവിലാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. കൃഷ്ണരാജ, പ്രബുദ്ധ കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു, പീഡനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു അല്ലേ? ശരിയാണ്. കഴിഞ്ഞ ദിവസം ഈ പത്തനംതിട്ട സംഭവം ഞെട്ടിക്കുന്നതാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും, ഡൽഹി കൂട്ടബലാത്സംഗം നടന്ന ശേഷം രാഷ്ട്രപതി ഭവന് മുന്നിലേക്ക് പോലും ആൾക്കാർ ഇരച്ചു കയറി പ്രതിഷേധിച്ചത്. അതിന് ആ ദിവസങ്ങളിൽ തന്നെയാണ് മലപ്പുറത്ത് തിരൂരിൽ ഒരു നാടോടി പെൺകുട്ടി 4 വയസ്സുകാരിയോ 6 വയസ്സുകാരിയാണ് ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടത്. പക്ഷേ അന്ന് ഇവിടെയൊന്നും ഈ പ്രദേശത്തൊന്നും തിരി തെളിഞ്ഞില്ല. വൈകുന്നേരങ്ങളിൽ മെഴുകുതിരി തെളിച്ച് നിരാശ പങ്കുവച്ചില്ല. പക്ഷേ അവിടെ മെഴുകുതിരി തെളിയിക്കണമെങ്കിൽ ഒന്നുകിൽ UP അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ആയിരിക്കണം അനിഷ്ട സംഭവങ്ങൾ നടക്കേണ്ടത്. അതാണല്ലോ